എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇസ്ലാമിക വിശ്വാസത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമായ മഹദിയെക്കുറിച്ചാണ്. ലോകത്ത് നീതിയും സമാധാനവും പുനഃസ്ഥാപിക്കാൻ വരുമെന്ന് വിശ്വസിക്കപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിന്റെ ദൗത്യം എന്താണ്? പലരും കരുതുന്നതുപോലെ നിലവിലുള്ള മതങ്ങളെയെല്ലാം ഇല്ലാതാക്കുകയാണോ, അതോ എല്ലാ ദൈവിക മതങ്ങളെയും ഒന്നിപ്പിക്കുകയാണോ? ഈ ഒരു പുതിയ കാഴ്ചപ്പാടാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. അപ്പോ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. പ്രവാചക വചനങ്ങളനുസരിച്ച് ലോകം തിന്മയും അനീതിയും കൊണ്ട് നിറയുമ്പോഴാണ് മഹദിയുടെ വരവുണ്ടാകുന്നത്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിന് പരിഹാരം കാണുക എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം. ചുരുക്കി പറഞ്ഞാൽ ആ ഇരുട്ടിലേക്ക് വെളിച്ചവുമായി വരുന്ന ഒരാൾ. അപ്പോൾ ഈയൊരു സാഹചര്യത്തിൽ മഹദി എങ്ങനെയാണ് നീതി നടപ്പാക്കുക? ഇതിനെക്കുറിച്ച് വളരെ വ്യാപകമായൊരു ധാരണയുണ്ട്, അല്ലേ? എന്താണ് ആ ഒരു പൊതുവായ കാഴ്ചപ്പാട് എന്ന് നമുക്ക് ആദ്യമൊന്ന് നോക്കാം. ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ കേട്ടിട്ടുള്ളൊരു വ്യാഖ്യാനം ഇതാണ്: മഹ്ദി വരുമ്പോൾ മറ്റു മതങ്ങൾക്കൊന്നും പിന്നെ നിലനിൽപ്പുണ്ടാവില്ല. അദ്ദേഹം വാളെടുക്കും, എന്നിട്ട് ഒരൊറ്റ ഇസ്ലാമിക നിയമം, അതായത് ശരീഅത്ത്, ലോകം മുഴുവൻ നടപ്പിലാക്കും. പല പ്രവാചക വചനങ്ങളെയും ഈ രീതിയിലാണ് പലരും വ്യാഖ്യാനിക്കുന്നത്. ഇവിടെയാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത്. ഈ കേട്ടുപരിചയ കഥ തന്നെയാണോ യാഥാർത്ഥ്യം, അതോ ഈ ചിത്രത്തിന് നമ്മൾ കാണാത്ത മറ്റൊരു വശമുണ്ടോ? ഈയൊരു ചോദ്യത്തിൽ നിന്നാണ് നമ്മുടെ ഇന്നത്തെ വിശകലനം ആരംഭിക്കുന്നത്. അതെ, ഇവിടെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന സ്രോതസ്സ് ഒരു പുതിയ ആശയം മുന്നോട്ടുവയ്ക്കുന്നത്. മഹദിയുടെ ദൗത്യം ഉന്മൂലനമല്ല, മറിച്ച് ഏകീകരണമാണെന്നാണ് ഈ സ്രോതസ്സ് വാദിക്കുന്നത്. എല്ലാ ദൈവീക മതങ്ങളിലുമുള്ള സത്യത്തെ അംഗീകരിച്ചുകൊണ്ട് അവയെയെല്ലാം ഒരുമിപ്പിക്കുക, അതാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ ലക്ഷ്യമെന്ന് ഈ വ്യാഖ്യാനം പറയുന്നു. ഈ രണ്ട് കാഴ്ചപ്പാടുകളും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. ഒരു വശത്ത് മുഖ്യധാരാ വീക്ഷണം പറയുന്നത് മറ്റു മതങ്ങളെല്ലാം തുടച്ചു നീക്കുമെന്നാണ്. എന്നാൽ ഈ പുതിയ വ്യാഖ്യാനം പറയുന്നത് എല്ലാ ദൈവീക മതങ്ങളെയും ഒന്നിപ്പിക്കുമെന്നാണ്. ഒന്ന് നിയമം അടിച്ചേൽപ്പിക്കുമെന്ന് പറയുമ്പോൾ മറ്റൊന്ന് എല്ലാ ദൈവീക ഉടമ്പടികളെയും അംഗീകരിക്കുമെന്നാണ് പറയുന്നത്. ഒരേ പ്രവാചക വചനങ്ങളെ രണ്ട് രീതിയിൽ വായിക്കുമ്പോഴുണ്ടാകുന്ന വലിയ വ്യത്യാസമാണിത്. ശരി, അപ്പോൾ ഈ ഏകീകരണ സിദ്ധാന്തത്തിന് എന്തെങ്കിലും തെളിവുണ്ടോ? ഉണ്ട് എന്നാണ് ഈ സ്രോതസ്സു പറയുന്നത്. ആ തെളിവുകൾ ഒളിഞ്ഞിരിക്കുന്നത് മഹദിയുടെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള വിവരണങ്ങളിലാണ്. നമുക്കതിലേക്കൊന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം. മഹദിയെപ്പറ്റി പറയുമ്പോൾ പരസ്പരം ചേരാത്തതെന്ന് തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു വശത്ത് അദ്ദേഹം കോപത്തിന്റെ രാജകുമാരനാണെന്ന് പറയുന്നു, അനീതിക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്നവൻ. മറുവശത്ത് ഏറ്റവും കരുണയുള്ളവൻ എന്നും പറയുന്നു. ഇതെങ്ങനെ ശരിയാകും? ഈ സ്രോതസ്സ് പറയുന്നത് ഇത് ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണെന്നാണ്. അസത്യത്തോട് കോപവും അതേസമയം ദൈവത്തിന്റെ സൃഷ്ടികളോട് അളവറ്റ കരുണയും. നീതി സ്ഥാപിക്കാൻ ഈ രണ്ട് ഗുണങ്ങളും ഒരുപോലെ ആവശ്യമാണ്. ഇനി വളരെ രസകരമായൊരു കാര്യത്തിലേക്കാണ് നമ്മൾ വരുന്നത്. മഹദിയുടെ രൂപം തന്നെ ഒരു സന്ദേശമാണെന്ന് പറയുന്നു. അദ്ദേഹം കാണാൻ ഒരു ഇസ്രായേൽ മക്കളെ പോലെ, അതായത് ഒരു യഹൂദനെ പോലെ ഇരിക്കുമത്രേ. ഇതൊരു സാധാരണ കാര്യമല്ല. ഈ രൂപം തന്നെ ഒരു ഏകീകരണത്തിന്റെ സൂചനയാണെന്നാണ് ഈ വ്യാഖ്യാനം പറയുന്നത്. വിവിധ മതത്തിലുള്ള ആളുകൾ എങ്ങനെയാണ് മഹദിയെ തിരിച്ചറിയുന്നത് എന്ന് കാണിക്കുന്ന ഒരു കിടിലൻ ഉപമയുണ്ട്. വസ്ത്രങ്ങളുടെ ഉപമ എന്നാണിതറിയപ്പെടുന്നത്. നമുക്ക് ഓരോന്നായി നോക്കാം. ഇത് വളരെ രസകരമാണ്. ഉപമയുടെ ആദ്യ ഭാഗം. മഹദി ഒരു കശ്മീരി വസ്ത്രം ധരിച്ചു വരുമ്പോൾ അത് കാണുന്ന സൊറോസ്ട്രിയൻ വിശ്വാസികൾ പറയുന്നു, ഇതാണ് ഞങ്ങൾ കാത്തിരുന്ന രക്ഷകനെന്ന്. അതായത് ഓരോ വിഭാഗത്തിനും പരിചിതമായ അടയാളങ്ങളോടെയായിരിക്കും അദ്ദേഹം വരുന്നത് എന്നതിന്റെ ആദ്യത്തെ സൂചന. അടുത്തതായി അദ്ദേഹം ഒരു കമ്പിളി വസ്ത്രം ധരിക്കുന്നു. അപ്പോൾ യഹൂദന്മാർക്ക് അദ്ദേഹത്തെ തിരിച്ചറിയാൻ കഴിയുന്നു. അവർക്ക് പരിചിതമായ അടയാളം കണ്ടപ്പോൾ അവർ പറയുന്നു, ഇതാണ് ഞങ്ങൾ കാത്തിരുന്നയാൾ എന്ന്. അതിനുശേഷം തേൻ നിറത്തിലുള്ള ഒരു അരപ്പട്ടയുമായി അദ്ദേഹം വരുമ്പോൾ ക്രിസ്ത്യാനികൾക്ക് അദ്ദേഹത്തെ തിരിച്ചറിയാൻ സാധിക്കുന്നു. അവർ പറയുന്നു, ഇതാണ് മിശിഹ. കണ്ടില്ലേ, ഓരോ കൂട്ടരും അവരവരുടെ അടയാളങ്ങളിലൂടെയാണ് അദ്ദേഹത്തെ തിരിച്ചറിയുന്നത്. ഒടുവിൽ മുസ്ലിങ്ങൾക്ക് ഏറ്റവും പരിചിതമായ മേലങ്കിയും വടിയുമായി പ്രത്യക്ഷപ്പെടുമ്പോൾ അവർ അദ്ദേഹത്തെ മുഹമ്മദ് നബിയുടെ യഥാർത്ഥ പിൻഗാമിയായി തിരിച്ചറിയുന്നു. ചുരുക്കത്തിൽ ഈ ഉപമയിലൂടെ പറയുന്നത് മഹ്ദി ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മാത്രം നേതാവല്ല, മറിച്ച് സാർവത്രികനായ ഒരു നേതാവാണെന്നാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഏകീകരണം എങ്ങനെയാണ് സാധ്യമാകുന്നത്? എല്ലാ മതങ്ങളെയും ഒന്നിപ്പിക്കാൻ കഴിയുമോ? അതിനുള്ള ഉത്തരമാണ് ഈ വിശകലനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. എല്ലാ ദൈവിക നിയമങ്ങളും ഒരൊറ്റ ഉറവിടത്തിൽ നിന്ന് വന്നതാണെന്നും അത് കാലത്തിനനുസരിച്ച് വളർന്നു വികസിക്കുകയായിരുന്നു എന്നുമുള്ള ഒരു ആശയമാണ്. ഈ സ്ലൈഡ് അത് വളരെ ലളിതമായി കാണിച്ചു തരുന്നുണ്ട്. ആദമിൽ തുടങ്ങിയ നിയമം നോഹയിലൂടെ, അബ്രഹാമിലൂടെ, മോശയിലൂടെ എങ്ങനെയാണ് വളർന്നു വികസിച്ചതെന്ന് നോക്കൂ. ഓരോ പ്രവാചകനും പഴയതിനെ തള്ളിക്കളയുകയല്ല, മറിച്ച് അതിനോട് പുതിയ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുകയായിരുന്നു. ഒരേ കെട്ടിടത്തിന് ഓരോ നിലകൾ പണിയുന്നതുപോലെ.
ഇനി നമ്മൾ ഈ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് കിടക്കുകയാണ്. അത് മനസ്സിലാക്കാൻ ശബ്ബത്ത് എന്താണെന്ന് പെട്ടെന്നൊന്നറിയണം. ഇത് പ്രധാനമായും യഹൂദ നിയമത്തിലുള്ള ഒന്നാണ്. ആഴ്ചയിലൊരു ദിവസം, വെള്ളിയാഴ്ച സൂര്യാസ്തമയം മുതൽ ശനിയാഴ്ച സൂര്യാസ്തമയം വരെ ഒരു ജോലിയും ചെയ്യാതെ പൂർണ്ണമായി വിശ്രമിക്കുന്ന ദിവസമാണിത്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് കൂട്ടിയോജിപ്പിക്കാം. മഹ്ദിയുടെ ദൗത്യത്തിന്റെ അവസാനം സംഭവിക്കാൻ പോകുന്നതെന്താണ്? അദ്ദേഹത്തിന്റെ ആ ടിജും പ്രവൃത്തി എന്തായിരിക്കും? ഖുർആനിലെ ഒരു വാക്യം പറയുന്നുണ്ട്, മഹ്ദി ആളുകളെ വിചിത്രമായ ഒരു കാര്യത്തിലേക്ക് ക്ഷണിക്കുമെന്ന്. ആളുകൾക്ക് അത്ര പെട്ടെന്ന് ദഹിക്കാത്ത, ഒരുപക്ഷെ ഇഷ്ടപ്പെടാത്ത എന്തോ ഒന്ന്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, എന്തായിരിക്കും ഈ വിചിത്രമായ കാര്യം? ഇതാണ് ആ വാക്യം. വിളിക്കുന്നവൻ വിചിത്രമായ ഒരു കാര്യത്തിലേക്ക് വിളിക്കുന്ന ദിവസം. ഇത് സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ സന്ദേശം ആ കാലത്തെ ആളുകൾക്ക് വളരെ പുതുമയുള്ളതായിരിക്കും, ഒരുപക്ഷെ ഞെട്ടലുണ്ടാക്കുന്നതുമായിരിക്കും. അപ്പോ ഇതാണ് ഉത്തരം. ആ വിചിത്രമായ കാര്യമെന്നത് മറ്റൊന്നുമല്ല, കാലങ്ങളായി മനുഷ്യർ മറന്നുകളഞ്ഞ, ഉപേക്ഷിച്ചുപോയ പുരാതന ദൈവീക നിയമങ്ങളെ വീണ്ടും തിരികെ കൊണ്ടുവരുന്നതാണ്. എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനമായ ആ ഒരൊറ്റ നിയമത്തിലേക്ക് മടങ്ങാനുള്ളൊരു ആഹ്വാനമാണത്. അപ്പോ ഇതിന്റെയൊക്കെ അവസാന ഫലം എന്തായിരിക്കും? ഈ ഒരു വ്യാഖ്യാനമനുസരിച്ച് മഹ്ദി എല്ലാ ദൈവിക ഉടമ്പടികളെയും ഒന്നാക്കും. അതിനൊരുദാഹരണമാണ് ശബ്ബത്ത്. ഇന്ന് മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ പാലിക്കാത്ത യഹൂദരുടെ ശബ്ബത്ത് പോലെയുള്ള നിയമങ്ങൾ എല്ലാ വിശ്വാസികൾക്കും ബാധകമാക്കും. ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു വിചിത്രമായി തോന്നുന്നില്ലേ? ഒരുപക്ഷെ ഇതായിരിക്കാം ആ വിചിത്രമായ കാര്യം. തീർച്ചയായും ഒരുപാട് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നൊരാശയമാണിത്.